ഹലോ കുട്ടികളെ, ഇന്ന് ക്ലാസ് 10ലെ ക്ഷിതിജ് പാഠ്യപുസ്തകത്തിലെ രാം ലക്ഷ്മൺ പരശുരാം സംവാദ് എന്ന അധ്യായമാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഇത് 2 പാർട്ടായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇതിൻ്റെ ആദ്യത്തെ പാർട്ടാണ് ഇത്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. तुलसीदास का जन्म उत्तर प्रदेश के बांदा ज़िले के राजापुर गांव में सन 1532 में हुआ था. തുളസിദാസിൻ്റെ ജന്മം ഉത്തർപ്രദേശിലെ ബാന്ദ ജില്ലയിലെ രാജാപൂർ എന്ന ഗ്രാമത്തിൽ 1532 അദ്ദേഹം ജനിച്ചതെന്ന് പറയപ്പെടുന്നു. പിന്നെ കുറച്ച് വിദ്വാൻമാർ ഉनका ജന്മസ്ഥാൻ സോറോം भी मानते हैं. സോറോം ആണെന്നും പറയപ്പെടുന്നു. ജില്ല ഏറ്റയിലെ സോറോമിലാണ് അദ്ദേഹം ജനിച്ചതെന്നും ചില വിദ്വാൻമാർ പറയുന്നുണ്ട്. തുളസി കാ ബച്പൻ ബഹുത് സംഘർഷപൂർണ്ണ था. അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലം വളരെയധികം സംഘർഷപൂർണ്ണമായിരുന്നു. അതായത് വളരെയധികം ചാലഞ്ചസ് അദ്ദേഹം സഹിക്കേണ്ടതായിട്ട് വന്നു, അല്ലേ. ജീവൻ കെ പ്രാരംഭിക് വർഷോ മേ ഹി മാതാ പിതാ സെ ഉൻകാ ബിഛോ ഹോ ഗയാ. അപ്പോൾ ജീവിതത്തിൻ്റെ തന്നെ ആ പ്രാരംഭിക വർഷം, അതായത് സ്റ്റാർട്ടിങ് ജീവിതത്തിൻ്റെ ആദ്യ കാലങ്ങളിൽ തന്നെ അദ്ദേഹത്തിന് തൻ്റെ അമ്മയും അച്ഛനിൽ നിന്നും വേർപാട് സഹിക്കേണ്ടതായിട്ട് വന്നു. बिछो हो गया, അതായത് വേർപാട്. कहा जाता है कि गुरु कृपा से उन्हें राम भक्ति का मार्ग मिला. അപ്പോൾ പറയപ്പെടുന്നു അദ്ദേഹത്തിന് ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ട് അദ്ദേഹത്തിന് രാമഭക്തി കാ മാർഗ് മില, രാം ഭക്തിയെ പറ്റി അദ്ദേഹത്തിന് അറിവ് ലഭിക്കും. അങ്ങനെ രാം ഭക്തി കാ മാർഗ് മില. മാനവ മൂല്യോ കെ ഉപാസക് കവി थे. അപ്പോൾ മൂല്യോ കെ ഉപാസക് കവി थे. മാനവിക മൂല്യങ്ങളായിരുന്നു അദ്ദേഹത്തിൻ്റെ അതിൻ്റെ ഉപാസകനായിരുന്നു. ആ കവി ഉപാസകനായ ഒരു കവിയായിരുന്നു. രാം ഭക്തി പരമ്പരാമേ തുളസി അതുലനീയ ഹെ. രാം ഭക്തി പരമ്പരയുടെ കാര്യത്തിൽ തുളസിദാസ് അതുലനീയാണ്. അതായത് മറ്റുള്ളവരുമായിട്ട് താരതമ്യപ്പെടുത്താൻ സാധിക്കത്തില്ല, അത് കമ്പയർ ചെയ്യാൻ സാധിക്കത്തില്ല. രാമചരിത് മാനസ് കവി की अनन्य രാമഭക്തി और उनके സൃജനാത്മക കൗശല का മനോരമ ഉദാഹരണം. രാമചരിത് മാനസ് എന്ന മഹാകാവ്യം, തുളസിദാസിൻ്റെ മഹാകാവ്യമാണ് രാമചരിത് മാനസ്. ഇത് അനന്യ ഭക്തി, രാമഭക്തി, അതായത് അദ്ദേഹത്തിൻ്റെ യുണീക്കായിട്ടുള്ള രാമഭക്തിയെയും പിന്നെ സൃജനാത്മക് കൗശൽ കാ മനോരം ഉദാഹരണം. ഈ രാമചരിത് മാനസ് എന്നത് ശ്രീരാമൻ്റെ ആ ഭക്തിയെയും, അതായത് അന്യഭക്തി, ആ യുണീക്കായിട്ടുള്ള ഭക്തിയെയും പിന്നെ സൃജനാത്മക കൗശല്യ, രചിക്കാനുള്ള ആ കഴിവിനെയും ആ കുശലതയെയും ആണ് അതിൻ്റെ ഒരു മനോഹര ഉദാഹരണം തന്നെയാണ് ഈ രാമചരിത മാനസ് എന്ന് തന്നെ പറയാം. उनके राम मानवीय मर्यादाओं और आदर्शों के प्रतीक हैं, जिनके माध्यम से तुलसी ने नीति, स्नेह, शील, विनय, त्याग और उदात्त आदर्शों को प्रतिष्ठित किया है. അപ്പോൾ ശ്രീരാമൻ മാനവീയ മര്യാദകളുടെ പിന്നെ ആദർശങ്ങളുടെയും പ്രതീകമാണ്. അപ്പോൾ ജിൻകെ മാധ്യം സെ തുളസീനെ, അദ്ദേഹത്തിൻ്റെ ആ മാധ്യമത്തെ അദ്ദേഹത്തിൻ്റെ നീതി, സ്നേഹ, ശീല, വിനയ്, ത്യാഗം പിന്നെ ഉദാത്ത ആദർശ, ഉത്കൃഷ്ടമായ അദ്ദേഹത്തിൻ്റെ ആദർശങ്ങളും എല്ലാം ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ ശ്രീരാമനിൽ പ്രതിഷ്ഠിതമാണ്. അതായത് ഈ രാമചരിത മാനസത്തിൽ അദ്ദേഹം ശ്രീരാമൻ്റെ ചരിത്രത്തെയാണ് കാണിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തെ, അദ്ദേഹത്തിൻ്റെ ചരിത്രത്തെയും അദ്ദേഹത്തെ പറ്റിയാണ് കൂടുതലും ഈ രാമചരിത മാനസത്തിൽ ഞങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. रामचरित मानस उत्तरी भारत की जनता के बीच बहुत लोकप्रिय है. രാമചരിത മാനസ് ഉത്തരി ഭാരത്, അതായത് വടക്ക് സൈഡിലുള്ള ഭാരതത്തിലെ ആളുകളുടെ ഇടയിൽ ലോകപ്രിയമാണ്. മാനസ് കെ അലാവ കവിതാവലി, ഗീതാവലി, ദോഹാവലി, കൃഷ്ണഗീതാവലി, വിനയ് പത്രിക, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രമുഖ രചനകളാണ്. അവധി और ब्रज दोनों भाषाओं पर उनका समान अधिकार था. അപ്പോൾ അദ്ദേഹം 2 ഭാഷകളും ഒരുപോലെ ഉപയോഗിച്ചിരുന്നു, അവധിയും പിന്നെ ബ്രജവും. सन 1623 में काशी में उनका देहावसान हुआ. 1623 അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിച്ചു. അദ്ദേഹത്തിന് ദേഹാവസാൻ, അതായത് അദ്ദേഹം അന്തരിച്ചു. तुलसी ने रामचरित मानस की रचना अवधि में और विनय पत्रिका तथा कवितावली की रचना ब्रजभाषा में की. അപ്പോൾ രാമചരിത മാനസത്തിൻ്റെ രചന അദ്ദേഹം അവധി ഭാഷയിലും വിനയ പത്രിക പിന്നെ കവിതാവലി എന്ന അതിൻ്റെയൊക്കെ രചന ബ്രജഭാഷയിലുമാണ് ചെയ്തിരിക്കുന്നത്. उस समय प्रचलित सभी काव्य रूपों को तुलसी की रचनाओं में देखा जा सकता है. ആ സമയത്ത് പ്രചലിതമായിട്ടുള്ള, അതായത് ആ സമയത്ത് കൂടുതൽ കാണപ്പെട്ടിരുന്ന കാവ്യരൂപങ്ങളിൽ തുളസികളുടെ രചനകളാണ് കൂടുതലും ഞങ്ങൾക്ക് കാണാൻ സാധിക്കുക.
रामचरितमानस का मुख्य छंद चौपाई है तथा बीच बीच में दोहे, सोरठे, हरिगीतिका तथा अन्य छंद പിറോയെ गए हैं. അപ്പോൾ രാമചരിതമാനസ് എന്നത് ഒരു മഹാകാവ്യമാണ്. ആ മഹാകാവ്യത്തിൻ്റെ ഒരു കാവ്യമാണ്, ഒരു പാർട്ട്, അതായത് അതാണ് ബാലകാണ്ഡ് കാവ്യം. അപ്പോൾ ആ കാവ്യത്തിൻ്റെ തന്നെ ഒരു അംശമാണ് ഈ രാം ലക്ഷ്മൺ പരശുരാം സംവാദ് എന്നത്. അപ്പോൾ ഈ അതിൽ കാണുന്ന മുഖ്യ ഛന്ദ് ചൗപ്പായി ഹെ. അപ്പോൾ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ആ ലൈൻസിൽ അപ്പോൾ ഛന്ദ് എന്നത് ചൗപ്പായി ആണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ദോഹയും പിന്നെ സോർട്ടയും ഹരിഗീതികയും പിന്നെ അന്യ ഛന്ദ് പിറോയെ ഗേ ഹെ, അതൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ മഹാകാവ്യം അദ്ദേഹം രചിച്ചിട്ടുള്ളത്. വിനയ് പത്രിക की रचना गेय पदों में हुई है. വിനയ് പത്രികയുടെ രചന ഗേയ് പദങ്ങൾ ഉപയോഗിച്ചിട്ടാണ്. കവിതാവലി में സവയ്യ और കവിത ഛന്ദ് की छटा देखी जा सकती है. കവിതാവലിയിലാണെങ്കിലോ സവയ്യയുടെയും പിന്നെ കവിത്ത ഛന്ദ് അതിൻ്റെയും ഒരു ഛട്ട, അതിൻ്റെ ഒരു ഭംഗി അതിൽ കാണാൻ സാധിക്കും. उनकी रचनाओं में प्रबंध और मुक्तक दोनों प्रकार के काव्यों का उत्कृष्ट रूप है. അദ്ദേഹത്തിൻ്റെ രചനകളിൽ പ്രബന്ധിൻ്റെയും മുക്തക്കിൻ്റെയും അതിൻ്റേതായിട്ടുള്ള ഉത്കൃഷ്ട രൂപത്തിൽ, അതായത് മികച്ച രൂപത്തിൽ ഈ പ്രബന്ധും മുക്തക്കും അതിൻ്റെ ആ രചനകളിൽ, അദ്ദേഹത്തിൻ്റെ രചനകളിൽ ഞങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. यह अंश रामचरितमानस के बालकांड से लिया गया है. അപ്പോൾ ഈ അംശം രാമചരിതമാനസ് എന്നത് മഹാകാവ്യമാണ്. അപ്പോൾ അതിൻ്റെ തന്നെ ഒരു ഭാഗമാണ്, ഒരു ഭാഗമായിട്ടുള്ള ഒരു കാവ്യമാണ് ബാലകാണ്ഡ്. അപ്പോൾ ബാലകാണ്ഡ് എന്ന കാവ്യത്തിലെ ഒരു അംശമാണ് ശ്രീരാം ലക്ഷ്മൺ പരശുരാം സംവാദം. पर सीता स्वयंवर में राम द्वारा शिवधनुष भंग के बाद मुनि परशुराम को जब यह समाचार मिला तो वे क्रोधित होकर वहाँ आते हैं. അപ്പോൾ ഈ സന്ദർഭം എന്താണ്? ഈ കവിതയുടെ ഈ കാവ്യത്തിൻ്റെ സന്ദർഭം എന്താണ്? സീതാ സ്വയംവരം. അപ്പോൾ സീതാ സ്വയംവരം എപ്പോഴാണ്? ലക്ഷ്മണനും ശ്രീരാമനും വിശ്വാമിത്ര മഹർഷിയുടെ കൂടെ അവിടെ എത്തിച്ചേരുകയാണ് സീതാ സ്വയംവരത്തിൽ ആ ശിവധനുഷ് ദർശിക്കാനായിട്ട്. അതായത് ജനക മഹാരാജാവ് അവിടെ അവരെത്തിച്ചേരുമ്പോൾ വിശ്വാമിത്ര മഹർഷിയെയും പിന്നെ രാജകുമാരന്മാരെയും സ്വയംവരത്തെ പറ്റി മനസ്സിലാക്കി തരികയാണ്. അതായത് എന്തുകൊണ്ടാണ് ഇവിടെ ശിവധനുഷ് ആ സ്വയംവരത്തിനായിട്ട് വെച്ചിരിക്കുന്നത് എന്ന്. ആ ശിവധനുഷ് എന്നത് ഒരു സാധാരണക്കാരന് ഉയർത്താൻ സാധിക്കത്തില്ല. അത് ഉയർത്തുകയും വേണം. പിന്നെ പ്രചണ്ഡ ചട, അതായത് അതിൻ്റെ ചരട് ആ വില്ലിൽ കോർക്കുകയും വേണം. അത് ചെയ്യുന്ന ഒരു പുരുഷൻ ആയിരിക്കും സീതയ്ക്ക് ഉത്തമനായിട്ടുള്ളത്. കാരണം ഒരു സാധാരണ മനുഷ്യന് അത് ഉയർത്താൻ സാധ്യമല്ല. പക്ഷെ തൻ്റെ മകളായ സീതയ്ക്ക് അത് സാധിക്കും. അപ്പോൾ സീതയ്ക്ക് ഉത്തമനായിട്ടുള്ള ഒരു പുരുഷനാണ് ആവശ്യം. അതുകൊണ്ട് തന്നെയാണ് ഈ സ്വയംവരത്തിൽ ശിവധനുഷ് അവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ശ്രീരാമൻ വാൽമീകി മഹർഷിയുടെ ആജ്ഞയോടെ ശിവധനുഷിൻ്റെ അടുത്ത് പോവുകയും ശിവധനുഷ് ഉയർത്തി ആ ചരട് ആ വില്ലിൽ കോർക്കുകയും ചെയ്യുന്നു. അതേ സമയത്ത് ആ വില്ല് ഒടിയുകയാണ് അവിടെ ചെയ്യുന്നത്. അപ്പോൾ ശിവധനുഷ് ഒടിഞ്ഞു എന്ന സമാചാരം, അതായത് ആ വാർത്ത കേട്ടതോടെ വളരെയധികം ക്രോധിതനായി പരശുരാമൻ. ശിവഭഗവാന്റെ ദാസനാണ് പരശുരാമൻ. അപ്പോൾ അദ്ദേഹത്തിന് വളരെയധികം ദേഷ്യം തോന്നി. എന്നിട്ട് അദ്ദേഹം അവിടെ എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. ശിവധനുഷ് കോ ഖണ്ഡിത് ദേഖ്കർ വേ ആപേ സേ ബാഹർ ഹോ ജാത്തെ ഹൈ. അദ്ദേഹം എങ്ങനെയാണ് അറിഞ്ഞത്? ഈ ശിവധനുഷ് ഒടിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ശബ്ദം കൊണ്ട് അവിടെ മുഴുവനും, ആ ഭൂമി മുഴുവനും ഇളകി എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിന് അറിയുകയും അപ്പോൾ ശിവധനുഷ് കോ ഖണ്ഡിത് ദേഖ്കർ വേ ആപേ സേ ബാഹർ ഹോ ജാത്തെ ഹൈ. അങ്ങനെ ശിവധനുഷ് അവിടെ ആ പരശുരാമൻ അവിടെ എത്തിച്ചേരുകയും ആ ശിവധനുഷ് ആ രണ്ടായി പിളർന്നത് കണ്ടിട്ട് അദ്ദേഹത്തിന് ദേഷ്യം കൺട്രോൾ ചെയ്യാൻ സാധിക്കാതെ വരുന്നു. അതായത് ആപേസെ ബാഹർ ഹോ ജാത്തെ ഹൈ. राम के विनय और विश्वामित्र के समझाने पर तथा राम की शक्ति की परीक्षा लेकर अंततः उनका गुस्सा शांत होता है. അദ്ദേഹത്തിൻ്റെ ദേഷ്യം എങ്ങനെയാണ് കൺട്രോൾ ആവുന്നത്? ശ്രീരാമൻ്റെ ആ വിനയവും വിശ്വാമിത്ര മഹർഷി പറഞ്ഞ് മനസ്സിലാക്കിയത് കാരണവും മാത്രമല്ല ശ്രീരാമൻ്റെ ആ ശക്തിയും അദ്ദേഹം പരീക്ഷിക്കുകയായിരുന്നു. അപ്പോൾ ശക്തിയെപ്പറ്റിയും അറിഞ്ഞതോടെ അദ്ദേഹം അവസാനം അദ്ദേഹത്തിൻ്റെ ദേഷ്യം ശാന്തമാവുകയാണ് ചെയ്യുന്നത് അവിടെ.
इस बीच राम लक्ष्मण और परशुराम के बीच जो संवाद हुआ उस प्रसंग को यहाँ प्रस्तुत किया गया है. അപ്പോൾ ആ ഇടയ്ക്ക് ഈ സംഭാഷണം ശ്രീരാമനും ലക്ഷ്മണനും പരശുരാമനും തമ്മിൽ ഉണ്ടായ ആ സംഭാഷണത്തെയാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. परशुराम के क्रोध भरे वाक्यों का उत्तर लक्ष्मण व्यंग्य वचनों से देते हैं. അപ്പോൾ പരശുരാമൻ്റെ ആ ദേഷ്യം നിറഞ്ഞ ആ ക്രോധം നിറഞ്ഞ ആ വാക്കുകൾ കേൾക്കുമ്പോൾ ആ വാക്യം അതിൻ്റെ ഉത്തരം ലക്ഷ്മൺ വ്യംഗ്യ, അതായത് അദ്ദേഹത്തിൻ്റെ പരിഹാസ രൂപത്തിലാണ് അദ്ദേഹം ഉത്തരങ്ങൾ നൽകുന്നത്. ഇസ് പ്രസംഗ की विशेषता है लक्ष्मण की वीर रस से पगी व्यंग्योक्तियां और व्यंजन शैली की सरस अभिव्यक्ति. അപ്പോൾ ഇതിൻ്റെ ഈ പ്രസംഗത്തിൻ്റെ വിശേഷത എന്താണെന്നാണ് പറയുന്നത്. ലക്ഷ്മൺ കി വീരരസ്, ലക്ഷ്മണൻ്റെ ആ വീരരസത്തിൻ്റെ കൂടെയുള്ള കോർത്തിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ആ വ്യംഗ്യോക്തിയം, അദ്ദേഹത്തിൻ്റെ ആ സംസാര രീതി, പരിഹാസപൂർണമായിട്ടുള്ള ഒരു സംസാര രീതിയും പിന്നെ വ്യഞ്ജന ശൈലിക്ക് സരസ് അഭിവ്യക്തി, ആ എഴുതുന്ന ആ രചിക്കുന്ന ആ രീതിയിലുള്ള വ്യഞ്ജനങ്ങളുടെ ആ എഴുതി അദ്ദേഹം സിമ്പിളായിട്ടുള്ള രീതിയിലാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. അതും ഇതിൻ്റെ വിശേഷതയാണ്, ഈ പ്രസംഗത്തിൻ്റെ വിശേഷതയാണ്. അതായത് ലക്ഷ്മൺ की वीर रस से पगी व्यंग्योक्तियां और व्यंजन शैली की सरस अभिव्यक्ति. नाथ संबुधनु बंजनिहारा होई ही केउ एक दास तुम्हारा. അപ്പോൾ ഇവിടെ ശ്രീരാമൻ, അവിടെ പരശുരാമൻ എത്തിച്ചേരുകയാണ്. ആ സമയത്ത് ആരാണ് ഈ ശിവധനുഷ് പൊട്ടിച്ചിരിക്കുന്നത്, ആരാണ് ഖണ്ഡിച്ചിരിക്കുന്നത് എന്ന് പരശുരാമൻ ചോദിച്ചപ്പോൾ അവിടെ ശ്രീരാമൻ തൻ്റെ കൈകൾ കോർത്തുകൊണ്ട്, അതായത് നമസ്കരിച്ചുകൊണ്ട്, പരശുരാമനെ നമസ്കരിച്ചുകൊണ്ട് പറയുകയാണ്, നാഥ് സംബുധനു ഭഞ്ജനിഹാര ഹോയി ഹി കേവു ഏക് ദാസ് തുമാര. നാഥ് വേറെ ആരുമല്ല, അതായത് ആ ശിവധനുഷ് ഭഞ്ജിച്ചത്, അതായത് ശിവധനുഷ് ഖണ്ഡിച്ചത് വേറെ ആരുമല്ല, താങ്കളുടെ തന്നെ ഒരു ദാസനാണ്. അതായത് സംബുധനു എന്ന് പറയുന്നത് ശിവധനുഷും, ഭഞ്ജനിഹാര എന്ന് പറഞ്ഞാൽ തോഡ്നേവാല, കേവു കോയി, വേറെ ആരുമല്ല. ഈ ശിവധനുഷ് ഭഞ്ജിച്ചിരിക്കുന്നത് വേറെ ആരുമല്ല, താങ്കളുടെ തന്നെ ഒരു ദാസ് തുമ്ഹാര, അതായത് ദാസനാണ്, താങ്കളുടെ തന്നെ ഒരു ദാസനാണ്. ആയേസു കാഹ കഹിയ കിന മോഹി സുനി റിസായി ബോലെ മുനിക്കോഹി. ആയേസു കാഹ കഹിയ കിന മോഹി. ആയേസു എന്ന് പറഞ്ഞാൽ ആജ്ഞ, അതായത് അദ്ദേഹം ശ്രീരാമൻ പരശുരാമനോട് ആജ്ഞ ചോദിക്കുകയാണ്, അതായത് ഞാനൊന്ന് പറഞ്ഞോട്ടെ എന്ന് ആജ്ഞ ചോദിക്കുകയാണ്. കഹിയ കിന മോഹി, എനിക്ക് പറയാൻ അനുവദിക്കൂ എന്ന് ആജ്ഞ ചോദിക്കുകയാണ് പരശുരാമനോട് ശ്രീരാമൻ ഈ ലൈനിൽ. അപ്പോൾ സുനി റിസായി ബോലെ മുനിക്കോഹി. അപ്പോൾ ഇത് കേട്ടിട്ട് ക്രോധിതനായിരിക്കുന്ന മുനിവരൻ, അതായത് പരശുരാമൻ വളരെയധികം ക്രോധിതനായിട്ട് പറയുകയാണ്. കോഹി എന്ന് പറഞ്ഞാൽ ക്രോധിതനായിട്ട് എന്തെങ്കിലും പറയുക, അതിനെയാണ് കോഹി എന്ന് പറയുന്നത്. റിസ് എന്ന് പറഞ്ഞാൽ ക്രോധ് അല്ലെങ്കിൽ ദേഷ്യം. അപ്പോൾ സുനി റിസായി ബോലെ മുനി കോഹി, അദ്ദേഹം ക്രോധിതനായിട്ട് അദ്ദേഹത്തിനോട് തിരിച്ച് പറയുകയാണ്, സേവക്കു സോജോ കരൈ സേവക്കായി അരികരണി കരി കരിയ ലറായി. അപ്പോൾ ഇവിടെ ആരാണ് പറയുന്നത്? പരശുരാമൻ അദ്ദേഹത്തിന് ഉത്തരം നൽകുകയാണ്. ആദ്യം ശ്രീരാമൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വേറെ ആരുമല്ല, താങ്കളുടെ തന്നെ ഒരു ദാസനാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഭഞ്ജിച്ചത് ശിവധനുഷ്. അപ്പോൾ അതിനുത്തരമായിട്ട് ഇവിടെ പറയുകയാണ് പരശുരാമൻ, ക്രോധിതനായിട്ട് പറയുകയാണ്, സേവക്കു സോജോ കരൈ സേവക്കായി. സേവകൻ എന്ന് പറയുന്നത് ആരാണ്? സേവ ചെയ്യുന്നവനെയാണ് സേവകൻ എന്ന് പറയുന്നത്, അല്ലാതെ അകാരണമായിട്ട്, അതായത് അരികരണി, സേവക്കു എന്ന് പറഞ്ഞാൽ സേവകൻ, അപ്പോൾ സേവക്കായി സേവ ചെയ്യുക. അരികരണി എന്ന് പറഞ്ഞാൽ അക്കാരണം, അതായത് ഒരു കാരണവുമില്ലാതെ യുദ്ധം, അതായത് ലഡായി എന്ന് പറഞ്ഞാൽ ലഡായി ചെയ്യുക, അതായത് വഴക്ക് കൂടുക. അങ്ങനെ ഒരു കാരണവുമില്ലാതെ വഴക്ക് കൂടുന്നത് ശത്രുവാണ്, അല്ലാതെ ദാസനല്ല എന്ന് പറയുകയാണ്. അരികരണി കരി കരിയറിലായി, ഒരു കാരണവുമില്ലാതെ വഴക്ക് കൂടുന്നത് ആരാണ്? ലഡായി ജോ കർത്താ ഹെ വോ, അത് ശത്രുവാണ്, കരിയാണ് അല്ലേ, കരി ലഡായി, കരിയ ലറായി. അപ്പോൾ ഇവിടെ പറയുകയാണ് അത് സേവകനല്ല. ആദ്യം പറഞ്ഞതിൻ്റെ ഉത്തരമായിട്ട് പരശുരാമൻ പറയുകയാണ്, സേവക്ക് സോജോ കരേ സേവക്കായി. സേവകൻ എന്ന് പറഞ്ഞാൽ സേവന ചെയ്യുന്ന ആളാണ്, അല്ലാതെ അരികരണി, അകാരണം വഴക്ക് കൂടുന്ന ആളല്ല സേവകൻ എന്ന് പറയുന്നത്. സുനഹു രാമ ജേഹി ശിവധനു തോര സഹസ ബാഹു രാമസോ റിപുമോര.
ഇവിടെ സഹസ്ബാഹു എന്ന് ഉദ്ദേശിക്കുന്നത് സഹസ്രബാഹു എന്ന ഒരു രാജാവിനെ പറ്റിയാണ്. സഹസ്രബാഹു അദ്ദേഹത്തിൻ്റെ ശത്രുവായിരുന്നു. കാരണം സഹസ്രബാഹു അദ്ദേഹത്തിൻ്റെ പിതാവിനെ, അതായത് ജമദഗ്നി മഹർഷിയെ അദ്ദേഹം വധിച്ചിരുന്നു. ആ ഒരു ദേഷ്യം തീർക്കാനായിട്ട് അദ്ദേഹം സഹസ്രബാഹുവിനെ വധിക്കുകയാണ് ചെയ്തത്. സഹസ്രബാഹു എന്ന് പേര് വരാൻ കാരണം കൈ ഹാത്ത് വാല, അതായത് കുറേ കൈകളുള്ള ഒരു ആളായിരുന്നു സഹസ്രബാഹു. ഓക്കെ, അപ്പോൾ ഇവിടെ ജേഹി എന്നതിൻ്റെ അർത്ഥം എന്താണ്? ജിസ്നേബി. അപ്പോൾ ഇവിടെ പരശുരാമൻ പറയുകയാണ് ജിസ്നേബി ശിവധനുഷ് തോടാ ഹെ. അപ്പോൾ ആരാണെങ്കിൽ പോലും സുനഹു രാം ജേഹി ശിവധനു തോറ, അതായത് ആര് പൊട്ടിച്ചതാണെങ്കിൽ പോലും അത് സഹസ്രഭാവിൻ്റെ അതിനേക്കാൾ കൂടുതൽ, അതായത് സഹസ്രഭാവിൻ്റെ സമമായിരിക്കും, അത്രയും വലിയൊരു ശത്രുവായിരിക്കും എൻ്റേത്. അത് ആരാണെങ്കിൽ പോലും അത് സഹസ്രഭാവിൻ്റെ അത്രയും, അതായത് ഏറ്റവും വലിയ ശത്രുവാണ് അദ്ദേഹത്തിൻ്റെ, പരശുരാമൻ്റെ ഏറ്റവും വലിയ ശത്രുവാണ് സഹസ്രഭാവു. അപ്പോൾ സഹസ്രഭാവിൻ്റെ അത്രയും വലിയ ഒരു ശത്രുവായിരിക്കും. അത് ആരാണെങ്കിൽ പോലും ആ ശിവധനുഷ് പൊട്ടിച്ചത് അത് അയാൾ ആ സഹസ്രഭാവിൻ്റെ അത്രയും വലിയ ഒരു ശത്രുവായിരിക്കും എനിക്ക് എന്നാണ് പരശുരാമൻ ഇവിടെ പറയുന്നത്. സോ ബിൽഗാവ് ബിഹായി സമാജ ന തമാരെ ജയ്ഹി സബ് രാജ. അപ്പോൾ പരശുരാമൻ പറയുകയാണ് എല്ലാവരും മാറിപ്പോയിക്കൊള്ളുവിൻ. അതായത് ഈ സമാജ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആൾക്കൂട്ടങ്ങൾ, അല്ലെങ്കിൽ ഇങ്ങനെ ആളുകൾ ഇങ്ങനെ കൂടി നിൽക്കുകയാണ്. അവിടെ സ്വയംവരത്തിൽ എല്ലാവരും അവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. അപ്പോൾ ഈ ആരാണെങ്കിൽ പോലും മാറി നിൽക്കുവിൻ. അതായത് ഇതിൽ ആരാണോ അത് ചെയ്തത് അത് അയാൾ അവിടെ നിന്നും, ആ സമാജത്തിൽ നിന്നും അങ്ങ് ഹട്കെ റഹന, അതായത് അവിടെ നിന്ന് മാറി നിൽക്കുക എന്നാണ് അദ്ദേഹം പറയുന്നത്, പരശുരാമൻ. അല്ലെങ്കിൽ ഇവിടെ വന്നിരിക്കുന്ന എല്ലാ രാജാക്കന്മാരും വധിക്കപ്പെടും. എല്ലാവരും, ഇവിടെ ഉള്ളവർ എല്ലാവരും വധിക്കപ്പെടും. ആരാണോ അത് ചെയ്തത് അയാൾ തന്നെത്താനെ മാറി നിൽക്കുക, ഈ ആൾക്കൂട്ടത്തിൽ നിന്നും മാറി നിൽക്കുക, ഈ സമാജത്തിൽ നിന്നും മാറി നിൽക്കുക. അല്ലെങ്കിൽ എല്ലാ രാജാക്കന്മാരും ഇവിടെയുള്ള എല്ലാ രാജാക്കന്മാരും കൊല്ലപ്പെടും എന്നാണ്, വധിക്കപ്പെടും എന്ന് പരശുരാമൻ പറയുകയാണ്. സുനി മുനി ബച്ചൻ ലഖൻ മുസുക്കാനെ ബോലെ പരശുധരഹി അവമാനെ. അപ്പോൾ സുനി മുനി ബച്ചൻ ലഖൻ മുസുക്കാനെ, മുനിയുടെ ആ വചനങ്ങൾ കേട്ടിട്ട് ലഖൻ എന്ന് പറഞ്ഞാൽ ലക്ഷ്മണൻ പുഞ്ചിരിക്കാൻ തുടങ്ങി. അതിനുശേഷം അദ്ദേഹം പരശുധരഹി അവമാനെ, പരശുധരഹി എന്ന് പറയുന്നത്, പരശു എന്ന് പറഞ്ഞാൽ എന്താണ്? കോടാലി അല്ലേ? പരശുരാമൻ്റെ കയ്യിൽ ഉണ്ടായിരിക്കുന്ന ഒരു ആയുധമാണ് പരശു, അതായത് ആ കോടാലി. അപ്പോൾ പരശുധരഹി എന്ന് പറഞ്ഞാൽ പരശുരാമനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പോലെ പരശുധരഹി അവമാനെ അപമാനിച്ചിട്ട്, അപമാൻപൂർവക് അല്ലെ? അവമാനി എന്ന് പറഞ്ഞാൽ അപമാനപൂർവക്. അങ്ങനെ പരശുരാമനെ അപമാനപൂർവക് അദ്ദേഹം അപമാനിച്ചുകൊണ്ട് ലക്ഷ്മണൻ ഇങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ട് ഇങ്ങനെ കേട്ടിട്ട് പറയുകയാണ്, ബഹുധനുഹി തോരിലറിക്കായി കബഹുന അസി റിസ് കീൻഹി ഗോസായി. അപ്പോൾ ബഹുധനുഹി, അതായത് കുറേ ധനുഷുകൾ, അതായത് കുറേ അമ്പ് വില്ല് ഞങ്ങൾ ഒടിച്ചിട്ടുണ്ട് ഞങ്ങളുടെ കുട്ടിക്കാലത്ത്. അതായത് ലറിക്കായിമേ, അതായത് ലഡക്പൻമേ, ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ഞങ്ങൾ കുറേ വില്ല് ഒടിച്ചിട്ടുണ്ട്. പക്ഷെ ആ സമയത്തൊന്നും ഈ ഗോസായി എന്ന് പറഞ്ഞാൽ സ്വാമിമാർ അല്ലെങ്കിൽ ഋഷി ആരും ഞങ്ങളെ തടഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ആരെങ്കിലും ചെയ്യരുത് എന്ന് ആരും ആ സമയത്ത് പറഞ്ഞിട്ടില്ല. കബുഹുന, ഒരിക്കലും ആരും പറഞ്ഞിട്ടില്ല. കഭി ഭി നഹി കഹ. കബഹുന അസിരിസ് കിൻഹി ഗോസായി, ആരും ആ സമയത്ത് ഞങ്ങളെ വിലക്കിയിട്ടില്ല. കുട്ടിക്കാലത്ത് ആരും ഞങ്ങളെ ആ സമയത്ത് വിലക്കിയിട്ടില്ല. ഈ വില്ല് ഒടിക്കരുത് എന്നൊന്നും ആരും പറഞ്ഞിട്ടില്ലായിരുന്നു. ये ही धनु पर ममता के ही हेतु सुनि रिसाई कह भृगुकुल केतु. അപ്പോൾ ലക്ഷ്മണൻ പറഞ്ഞത് കേട്ടിട്ട്, അതായത് ലക്ഷ്മണൻ വീണ്ടും പറയുകയാണ്, ഏഹി ധനു പർ മമത കേഹി ഹേതു. ആദ്യം പറഞ്ഞു ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ഞങ്ങൾ കുറേ വില്ലുകൾ ഒടിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു അല്ലേ? അത് ആരും ഞങ്ങളെ ഇതുവരെ തടഞ്ഞിട്ടില്ല, അത് ചെയ്യാനായിട്ട് ആരും ഞങ്ങളെ വിലക്കിയിട്ടില്ല. പിന്നെ അതുമാത്രമല്ല, വീണ്ടും ലക്ഷ്മണൻ പറയുകയാണ്, ഏഹി ധനു പർ മമത കേഹി ഹേതു. എന്ത് കാരണം കൊണ്ടാണ് ഈ ധനുഷിനോട് മാത്രം ഇത്രയധികം വാത്സല്യം അല്ലെങ്കിൽ മമത എന്തുകൊണ്ടാണ് ഇത്രയധികം ഇഷ്ടം എന്ന് ലക്ഷ്മണൻ ചോദിക്കുകയാണ്.
സുനി റിസായി കഹ് ഭൃഗുകുല കേതു. ഇത് കേട്ടിട്ട് ദേശത്തോടെ ആരാണ്? ഭൃഗുകുല കേതു. ഭൃഗുകുല കേതു പരശുരാമനെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഭൃഗുകുലത്തിലെ പിന്നെ കേതു എന്ന് പറഞ്ഞാൽ കോടി. അദ്ദേഹത്തിൻ്റെ കയ്യിൽ എപ്പോഴും ഒരു പതാക, ഒരു ചെറിയൊരു കോടി ഉണ്ടാവും. അതിനെ പറ്റിയാണ് ഇവിടെ. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അങ്ങനെ പേര് ഭൃഗുകുല കേതു. അപ്പോൾ ഭൃഗുകുലത്തിൻ്റെ ആ കോടിയുമായിട്ട്, അതായത് പതാകയുമായിട്ട് നടക്കുന്ന ആളാണ് പരശുരാമൻ. അപ്പോൾ പരശുരാമന് പറയുകയാണ്, അദ്ദേഹം ദേശത്തോടെ ഇത് കേട്ടിട്ട് പറയുകയാണ്, സുനി റിസായി കഹ് ഭൃഗുകുല കേതു രേ നൃപ ബാലക് കാലബസ് ബോലത്ത് തോഹി ന സംഭാർ. അപ്പോൾ ഈ എന്താണ് അപമാനപൂർവകമായിട്ടുള്ള ആ വാക്കുകൾ, ലക്ഷ്മണൻ്റെ ആ വാക്കുകൾ കേട്ടിട്ട് പരശുരാമൻ ലക്ഷ്മണനോട് പറയുകയാണ്, രേ നൃപ ബാലക്. നൃപ ബാലക് എന്ന് പറഞ്ഞാൽ രാജാവിൻ്റെ പുത്രൻ നൃപ ബാലക്. അപ്പോൾ രാജാവിൻ്റെ പുത്ര, കാലബസ് ബോലത്ത് തോഹി ന സംഭാർ. കാലബസ് എന്ന് പറഞ്ഞാൽ ഈ കാലത്തിന് അടിമയായിട്ടാണ് നീ പറയുന്നത്. അതായത് എന്താണ് നീ പറയുന്നത് എന്ന് പോലും നിനക്കറിയത്തില്ല. ബോലത്ത് തോഹി ന സംഭാർ. നീ സ്വയം എന്താണ് സൂക്ഷിക്കാതെ, അതായത് സ്വയം ആ വാക്കുകൾ കൺട്രോൾ ചെയ്യാതെയാണ് നീ സംസാരിക്കുന്നത്. ബോലത്ത് തോഹി ന സംഭാർ. നിനക്ക് സ്വയം അതിനെ എന്താണ് സൂക്ഷിക്കാൻ അറിയത്തില്ല നിൻ്റെ വാക്കുകൾ എന്ന് ദേശത്തോടെ പറയുകയാണ്. ധനു ഹി രാമ ത്രിപുരാരി ധനു വിദിത്ത സകല സംസാർ. ത്രിപുരാരി ധനു എന്ന് പറഞ്ഞത് ശിവധനുഷിനെയാണ് ഇവിടെ. അപ്പോൾ ആദ്യം ലക്ഷ്മണൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ കുട്ടിക്കാലത്ത് ഞങ്ങൾ കുറേ ധനുഷിനെ കൊണ്ട്, അതായത് വില്ലിനെ കൊണ്ടൊക്കെ കളിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുത്തരമായിട്ടാണ് അദ്ദേഹം ഇത് പറയുന്നത്. സാധാരണ കാണുന്ന ധനുഷിനെ പോലെയാണ് ശിവധനുഷ് എന്നാണ് നീ കരുതിയിരിക്കുന്നത്. പക്ഷേ ഈ ലോകം മുഴുവനും എല്ലാവർക്കും അറിയാം ശിവധനുഷ് എന്താണെന്നും അതിനെപ്പറ്റിയുള്ള അറിവ് ഈ ലോകത്തിനുണ്ട്. പക്ഷെ നിനക്ക് എന്തുകൊണ്ടില്ല എന്ന രീതിയിലാണ് പരശുരാമൻ പറയുന്നത്. ധനുഹി സമ ത്രിപുരാരി ധനു വിദിത സകല സംസാർ. നീ ഈ ശിവധനുഷിനെ വെറും ഒരു സാധാരണ ധനുഷായിട്ടാണ് കണ്ടത്. പക്ഷേ ഈ ലോകം മുഴുവനും ശിവധനുഷ് എന്താണെന്ന് ലോകം മുഴുവനും ഉള്ള ആൾക്കാർക്ക് അതിനെപ്പറ്റി അറിയാം എന്നാണ് പരശുരാമൻ പറയുന്നത്. ബിദിത്ത് സകല സംസാർ. ബിദിത്ത് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും നിനക്കറിയത്തില്ല. ബിദിത്ത് എന്ന് പറഞ്ഞാൽ തുമേ പതാനഹി, നിനക്ക് മാത്രം അറിയത്തില്ല ഇതിൻ്റെ ഇമ്പോർട്ടൻസ്. ആ ശിവധനുഷിൻ്റെ പ്രത്യേകത നിനക്ക് മാത്രം അറിയത്തില്ല. ഈ ലോകം മുഴുവൻ അറിയാമെങ്കിലും എല്ലാവർക്കും നിനക്ക് മാത്രം അതിൻ്റെ ഇമ്പോർട്ടൻസ് അറിയത്തില്ല. ലഖൻ കഹാ ഹസി ഹമരേ ജാന സുനഹു ദേവ് സബ് ധനുഷ സമാന. ലഖൻ ഇവിടെ ലക്ഷ്മൺ അപ്പോൾ പരശുരാമൻ ചോദിക്കുകയാണ് ലക്ഷ്മണനോട്, എന്താണ് ശിവധനുഷിനെ പറ്റി നിനക്ക് അറിവില്ലേ? ഈ ലോകത്തുള്ള എല്ലാവർക്കും ശിവധനുഷിനെ പറ്റി അറിയാം, നിനക്ക് അതിൻ്റെ അറിവില്ലേന്ന് ചോദിച്ചതിൻ്റെ ഉത്തരമായിട്ട് പറയുകയാണ്, ലഖൻ കഹാ ഹസി ഹമരേ ജാന. ഹസി ചിരിച്ചുകൊണ്ട് പറയുകയാണ്, ഞങ്ങളുടെ അറിവിൽ, അതായത് ഞങ്ങളുടെ ജാന എൻ്റെ അറിവിൽ, സുനഹു ദേവ സബ് ധനുഷ സമാന, എല്ലാ ധനുഷും ഒരുപോലെയാണ് എന്നാണ് ഞങ്ങളുടെ അറിവിൽ. ഞങ്ങൾക്ക് അറിയാവുന്നതായിട്ടുള്ളത് എല്ലാ ധനുഷും ഒരുപോലെയാണ് എന്ന് ലക്ഷ്മണൻ പറയുകയാണ്. കാച്ചത്തി ലാഭു ജൂൻ ധനു തോരേ ദേഖാ രാമ നയന കെ ഭൗരേ. അപ്പോൾ കാച്ചത്തി ലാഭു ജൂന് ധനു തോരേ. അപ്പോൾ എന്ത് ക്ഷതിയാണ്, എന്ത് ലാഭമാണുള്ളത്, അതായത് എന്ത് നഷ്ടമാണ്, എന്ത് ലാഭമാണുള്ളത് ഈ ജൂന് ധനു, അതായത് ഈ പഴയ ഒരു ധനുഷ് പൊട്ടിപ്പോയി എന്ന് പറഞ്ഞിട്ട് ഇതിലെന്ത് നഷ്ടമാണ് നിങ്ങൾക്കുള്ളത്, എന്ത് ലാഭമാണ്? ദീഖാ രാമ നയനിക്കേ ഭൗരേ. ആ സമയത്ത് ശ്രീരാമൻ ഇങ്ങനെ ഇങ്ങനെ പുരികങ്ങൾ ചെരിഞ്ഞിങ്ങനെ പുരികത്തോടെ ഇങ്ങനെ ലക്ഷ്മണനെ നോക്കി. കാരണം അങ്ങനെ പറഞ്ഞുകൂടാ എന്ന രീതിയിലാണ് ലക്ഷ്മണനെ ശ്രീരാമൻ അങ്ങനെ നോക്കിയത്. छूवत टूट रघुपति हो न दोसु മുനിബിനു കാജ കരിയ കഥറോസു. ചൂവത്ത് ഒന്ന് തൊട്ടതേ ഉണ്ടായിരുന്നുള്ളൂ, അത് പൊട്ടിപ്പോവുകയാണ് ചെയ്തത്. അതായത് ശ്രീരാമൻ, രഘുപതിഹു എന്ന് പറഞ്ഞാൽ ഇവിടെ ശ്രീരാമൻ, രഘുകുലത്തിൻ്റെ പതി, രഘുപതിഹു ന ദോസു. ഇതിൽ ശ്രീരാമൻ്റെ ഒരു തെറ്റുമില്ല. ചൂവത്ത് ടൂട്ട്, അതൊന്ന് തൊട്ടതേ ഉണ്ടായിരുന്നുള്ളൂ, അത് പൊട്ടിപ്പോയി. മുനിബിനു കാജ് കരിയ കഥറോസു. മുനിവരൻ അതിനായിട്ട് ദേഷ്യപ്പെടേണ്ടത് ആവശ്യമില്ല. റോസു എന്ന് പറഞ്ഞാൽ ക്രോധ് അല്ലേ, ക്രോധിതനാകേണ്ട ആവശ്യമില്ല. മുനിബിനു കാജ് കരിയ കഥ റോസു. എന്തുകൊണ്ടാണ് മുനിവരൻ അതിനായിട്ട് ദേഷ്യപ്പെടുന്നത്? റോസു ബോലേ ചിത്തെ പരസു കി ഓറ രേസഠ് സുനേഹി സുഭാവുന മോറ. ബോലേ ചിത്തൈ.
ചിത്തേ എന്ന് പറഞ്ഞാൽ ദേഖ്തേ ഹുവേ പറഞ്ഞു പരശുരാമനെ ഇതിന് ഉത്തരമായിട്ട്. അതായത് ലക്ഷ്മണൻ ഇത്രയും നേരം അപമാനിച്ചുകൊണ്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ കേട്ടിട്ടിങ്ങനെ ദേഷ്യം വന്നിരിക്കുകയാണ് പരശുരാമന്. ആ സമയത്ത് ഇങ്ങനെ പറയുകയാണ്, ആ പരശുവിനെ നോക്കിയിട്ട്, അതായത് പരശു ആ കോടാലി അതെ ഇതെന്ന് ആക്സിനെ ഇങ്ങനെ നോക്കിക്കൊണ്ട് പറയുകയാണ്, ബോലെ ചിത്തൈ देखते हुए परसु की ओर परसुവിനെ നോക്കിക്കൊണ്ട് പറയുകയാണ്, രേ സട്ട് സുനേഹി സുഭാവുന മോര, രേ സട്ട് രേ മൂർഖ്, നീ എന്നെപ്പറ്റി കേട്ടിട്ടില്ലേ, സുനേഹി സുഭാവുന മോര, എൻ്റെ സ്വഭാവത്തെപ്പറ്റി കേട്ടിട്ടില്ലേ എന്ന് ചോദിക്കുകയാണ് പരശുരാമൻ. ബാലക്കു ബോലി ബധൗ നഹി തോഹി കേവല മുനി ജഡ് ജാനഹി മോഹി. ബാലക്കു പോലെ ഒരു കുട്ടിയാണെന്ന് വിചാരിച്ചിട്ട്, ബാലകനാണെന്ന് വിചാരിച്ചു ഞാൻ, അതുകൊണ്ടാണ് നിന്നെ വധിക്കാതിരുന്നത്. ബധൗ നഹി തോഹി, ബധൗ വധിക്കുക, അപ്പോൾ ബധൗ നഹി തോഹി. കേവല മുനി ജഡ് ജാനഹി മോഹി, കേവൽ മുനി ജഡ് ജാനഹി മോഹി, എന്നെ വെറും കേവലം ഒരു മുനിയായിട്ടാണോ നീ കണ്ടത്, വെറും ഒരു മുനി മാത്രമാണെന്നാണോ നീ വിചാരിച്ചിരിക്കുന്നത്. അതായത് പരശുരാമൻ സാധാരണ ഒരു മുനി അല്ലെങ്കിൽ മഹർഷി എങ്ങനെയായിരിക്കും, ഒരു കയ്യിൽ കമണ്ടലും ഉണ്ടാവും, പിന്നെ ഒരു തപസ്വി ആയിരിക്കും അല്ലേ. അപ്പോൾ ഒരിക്കലും അവരുടെ കയ്യിൽ ശസ്ത്രമുണ്ടാവില്ല. പക്ഷെ പരശുരാമൻ്റെ കയ്യിൽ ശസ്ത്രമുണ്ട്, പരശു അല്ലേ, ആക്സ് ഉണ്ട് കയ്യിൽ. അപ്പോൾ അദ്ദേഹം അതുമാത്രമല്ല, അദ്ദേഹം 21 ക്ഷത്രിയ കുലത്തിലെ രാജാക്കന്മാരെ വധിച്ച ആളാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു മഹർഷി. അപ്പോൾ നീ വെറും എന്നെ മുനിയായിട്ടാണോ കണ്ടിരിക്കുന്നത്, ഞാനൊരു വെറും മുനിയാണെന്നാണോ നീ വിചാരിച്ചിരിക്കുന്നത് എന്നാണ് പരശുരാമൻ ചോദിക്കുന്നത്. ബാലബ്രഹ്മചാരി അതികോഹി ബിസ്വബിതിത് ക്ഷത്രിയ കുലദ്രോഹി. ബാലബ്രഹ്മചാരി അതികോഹി, കോഹി എന്ന് പറഞ്ഞാൽ ക്രോധിത്ത്, അതായത് ദേഷ്യപ്പെട്ടിരിക്കുകയാണ്, ക്രോധ് അല്ലേ. ബാലബ്രഹ്മചാരി, ഞാനൊരു ബാലബ്രഹ്മചാരിയാണ്, അതും ഞാൻ അതിക്രോധിതനാണ്, അതികോഹി. ബിസ്വബിതിത് ക്ഷത്രിയ കുലദ്രോഹി. ബിസ്വബിതിത് അതായത് വിശ്വവിഖ്യാതനാണ് ഞാൻ, ഫേമസ് ആണ് അല്ലേ. ക്ഷത്രിയ കുലദ്രോഹി, ക്ഷത്രിയ കുലത്തിന് തന്നെ ഞാനൊരു ശത്രുവാണ്, ദ്രോഹിയാണ്, ശത്രുവാണ്. അപ്പോൾ ഞാനൊരു ബാലബ്രഹ്മചാരിയാണ്. പരശുരാമൻ പറയുകയാണ്, ഞാനൊരു ബാലബ്രഹ്മചാരിയാണ്, അതിക്രോധിയാണ്, ദേഷ്യം അല്ലേ, വളരെയധികം ദേഷ്യമുള്ള ആളാണ്, ക്രോധിയാണ്. ബിസ്വബിത്തിത്ത ക്ഷത്രിയ കുലദ്രോഹി, വിശ്വവിഖ്യാതനാണ്, പിന്നെ ക്ഷത്രിയ കുലത്തിന് ശത്രുവിൻ്റെ രൂപത്തിലാണ് ഞാനുള്ളത്, ശത്രുവാണ്, ക്ഷത്രിയ കുലത്തിന് തന്നെ ഞാനൊരു ശത്രുവാണ്. ഭുജബല ഭൂമി ഭൂപ ബിനു കിൻഹി വിപുലബാർ മഹിദേവന ദീൻഹി. അപ്പോൾ ഭുജബല, ഞാൻ എൻ്റെ കൈകളുടെ ആ ശക്തി കൊണ്ട്, ഭുജ് എന്ന് പറഞ്ഞാൽ കൈകളുടെ ആ ശക്തി കൊണ്ട് ഞാൻ 21, അതായത് ആദ്യം പറഞ്ഞിട്ടുണ്ട്, ക്ഷത്രിയ കുലത്തിൽ 21 പ്രാവശ്യം അദ്ദേഹം ക്ഷത്രിയ കുലത്തിൽ രാജാക്കന്മാരെ വധിക്കുകയും എന്നിട്ട് ആ ഭൂമി ഭൂപബിനു കീൻഹി, രാജാക്കന്മാരിൽ നിന്നും ആ ഭൂമി എടുത്ത്, അതായത് അവരെ വധിച്ച് ആ ഭൂമി ഋഷിമാർക്ക്, അതായത് ബിപുല ബാർ മഹിദേവന ദീനി, അതായത് ബ്രാഹ്മണർക്ക് ആ ഭൂമി നൽകുകയാണ് അദ്ദേഹം ചെയ്തത്, പരശുരാമൻ. അപ്പോൾ പറയുകയാണ്, ഞാൻ എൻ്റെ ഭുജബലം കൊണ്ട്, ഭൂമി ഭൂപ ബിനു കീൻഹി, അതില്ലാതാക്കി, ഭൂമി രാജാക്കന്മാരിൽ നിന്നും എടുത്ത് ബിപുല ബാർ മഹിദേവന ദീനി, അതെടുത്ത് ഞാൻ ബ്രാഹ്മണർക്ക് നൽകി എന്നാണ്. ദിൻഹി എന്ന് പറഞ്ഞാൽ നൽകുക. സഹസ ബാഹുഭുജ ഛേദനിഹാര പരസു ബിലോകു മഹീപ കുമാര. അപ്പോൾ സഹസ്രബാഹു, കുറേ കൈകളുള്ള ആ രാജാവ്. അപ്പോൾ സഹസ്രബാഹുവിൻ്റെ ആ ഭുജങ്ങൾ വിച്ഛേദിച്ച ആളാണ് ഞാൻ, ഛേദനിഹാര, വിച്ഛേദിച്ച, അതായത് മുറിച്ചെടുത്ത ആളാണ് സഹസ്രബാഹു ഭുജ്. അപ്പോൾ തൻ്റെ പിതാവിനെ വധിച്ച ആ സഹസ്രബാഹുവിൻ്റെ ആ ഭുജങ്ങളെല്ലാം ഞാൻ വിച്ഛേദിച്ചെടുത്തു, അതായത് മുറിച്ചെടുത്തു. പരസു ബിലോക്ക് മഹീപ കുമാര, പരസു ബിലോക്ക്, അതൊക്കെ പരസുവിൻ്റെ, അതായത് ആ ആക്സിൻ്റെ, അതിൻ്റെ മഹിമയാണത്, മഹീപ് കുമാര, അതിൻ്റെയൊക്കെ മഹിമയാണ്, പരസുവിൻ്റെ മഹിമയാണ് ഞാനിത് പറയുന്നത് എന്ന് പരശുരാമൻ പറയുകയാണ്. മാതുപിതഹി ജനി സോച്ച് ബസ് കരസി മഹിസ കിസോർ. അമ്മയെ അച്ഛനെയും പറ്റി, അതായത് മാതാപിതാക്കളെ പറ്റി ഒന്ന് ആലോചിക്കൂ, മഹിസ കിസോർ എന്നാണ് പരശുരാമൻ പറയുന്നത്. അത് മഹിസ കിസോർ എന്ന് പറഞ്ഞാൽ ദശരഥ മഹാരാജാവിൻ്റെ മകൻ ലക്ഷ്മണൻ. മഹിസ എന്ന് പറഞ്ഞാൽ ദശരഥ മഹാരാജാവിൻ്റെ പേരാണ്, മഹിസ കിസോർ ദശരഥ മഹാരാജാവിൻ്റെ മകൻ. അപ്പോൾ ലക്ഷ്മണൻ ഒന്ന് ആലോചിക്കൂ തൻ്റെ മാതാപിതാക്കളെ പറ്റി. ഗർഭന്നകെ അർഭക് ദലന് പരസു മോർ അതിഘോർ. പരസുവിൻ്റെ, അതായത് ആ ആക്സ് അല്ലേ, കോടാലിയുടെ ആ
അതിൻ്റെ അതിഘോരമായ അതിഭയങ്കരമായ അതിൻ്റെ ആ ഗർജനം കൊണ്ട് ഒരു ഗർഭസ്ഥ ശിശു പോലും മൃത്യുവിനെ ധരിക്കും എന്നാണ്. അത്രയ്ക്ക് ഘോരമാണ് തൻ്റെ ആ പരശുവിൻ്റെ ഗർജനം എന്നാണ് പരശുരാമൻ ലക്ഷ്മണന് പറഞ്ഞു കൊടുക്കുന്നത്. ബിഹസി ലഖനു ബോലേ മൃദുബാണി അഹോ മുനിസു മഹാഭട്ടുമാനി. അപ്പോൾ ലഖനു അതായത് ലക്ഷ്മൺ ചിരിച്ചുകൊണ്ട്, വീണ്ടും ലക്ഷ്മണൻ ചിരിച്ചുകൊണ്ട്, അതായത് ഹസ്കർ ബിഹസി എന്ന് പറഞ്ഞാൽ ഹസ്കർ ചിരിച്ചുകൊണ്ട് വീണ്ടും മൃദുവായ വാണിയിൽ, അതായത് നല്ല കോമളമായിട്ടുള്ള വാണിയിൽ നല്ല മൃദുവായിട്ട് അദ്ദേഹത്തിനോട് പറയുകയാണ്, മുനിവരനോട് പറയുകയാണ് ചിരിച്ചുകൊണ്ട്, അഹോ മുനിസു മഹാഭട്ടുമാനി, ഞാൻ താങ്കളെ മഹാനായ യോദ്ധാവെന്നാണ് മുനിവർ ഞാൻ വിചാരിച്ചത്. നിങ്ങളെ എന്താണ് മഹാനായ യോദ്ധാവ്, അതായത് മഹാഭട്ട്. മുനിസു മുനിവർ, ഞാൻ നിങ്ങളെ മഹായോദ്ധ എന്നാണ് വിചാരിച്ചത്. മാനാഥ. പുനി പുനി മോഹി ദിഖാവ് കുട്ടാറു ചഹത ഉടാവന് ഫൂക്കി പഹാറു. അപ്പോൾ പറയുകയാണ് പുനി, അതായത് പുനി എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും, ബാർ മോഹി ദിഖാവ്, എന്നെ എന്താണ് കുട്ടാരു കാണിക്കുകയാണ്, അതായത് പർസ, കോടാലി അല്ലെ ആക്സ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് താങ്കൾ എന്നെ. പുനി വീണ്ടും വീണ്ടും. ചഹത്ത് ഉടാവന് ഫൂക്കി പഹാറു, ചഹത്ത് ഉടാവൻ, താങ്കൾ പഹാഡിനെ, അതായത് പർവ്വതത്തെ അല്ലെങ്കിൽ എന്താണ് മലയെ പറപ്പിക്കാനാണോ ശ്രമിക്കുന്നത്, ഇങ്ങനെ ഊതി പറപ്പിക്കാനാണോ വിചാരിച്ചിരിക്കുന്നത്? ചഹത്ത് ഉടാവന് ഫൂക്കി പഹാറു എന്ന് ലക്ഷ്മണൻ ചോദിക്കുകയാണ്. ഇഹാ കുമടബത്തിയ കോ നാഹി ജേ തർജനി ദേഖി മരിജാഹി. അപ്പോൾ ഇവിടെ പറയുകയാണ് ഇവിടെ കുമടബത്തിയ എന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഡെലിക്കേറ്റ് അല്ലെങ്കിൽ നാസുക്ക് എന്നാണ്. കുമടബത്തിയ, അതായത് കുമടബത്തിയ എന്ന് പറഞ്ഞാൽ പംകിൻ്റെ പൂവിനെയാണ് കുമടബത്തിയ എന്ന് പറയുന്നത്. അതായത് നാസുക്കായിരിക്കും, അത് ഡെലിക്കേറ്റ് ആയിരിക്കും. ഇവിടെ കുമടബത്തിയ കോഹുനായി, കുമടബത്തിയ കോഹുനായി. ഇവിടെ കുമടബത്തി, അതായത് നാസുക്കായിട്ടുള്ള ആരുമില്ല, അതായത് ഇവിടെ യോദ്ധാക്കളേ ഉള്ളൂ, വീരയോദ്ധാവാണ് ഞാനും. അപ്പോൾ ജേ തർജനി ദേഖി മരിജാഹി. ജേ തർജനി എന്ന് പറഞ്ഞാൽ ഈ ചെറുവിരൽ. ഒന്ന് നിങ്ങൾ ചെറുവിരൽ കാണിക്കുമ്പോഴേക്കും മരിച്ചു പോകുന്നതായിട്ട് ഇവിടെ ആരുമില്ല. അതായത് തർജനി എന്ന് പറഞ്ഞാൽ ഈ ചെറുവിരൽ കൊണ്ട് ഒന്ന് എന്താണ് ആ കുമടബത്തി അതിനെ ഞങ്ങൾ തൊടുകയാണെങ്കിൽ തന്നെ എന്താണ് ആ മത്തങ്ങയുടെ ആ ചെറിയ ആ പൂവിനെ ഈ ചെറുവിരൽ കൊണ്ടൊന്ന് തൊടുമ്പോഴേക്കും അത് ഇങ്ങനെ ചുരുണ്ടു പോകും. അതായത് അതിന് അത്ര ഡെലിക്കേറ്റ് ആണത്. അത്രയും ഡെലിക്കേറ്റ് ആയിട്ട് ഇവിടെ ആരുമില്ല, ഇവിടെയുള്ളവരൊക്കെ വീരയോദ്ധാക്കളാണ് എന്ന രീതിയിലാണ് ലക്ഷ്മണൻ കളിയാക്കുകയാണ് പരശുരാമന്. ജേ തർജനി ദേഖി മരിജാഹി, ഇവിടെ അത്രയ്ക്ക് നാസുക്കായിട്ടുള്ള ആരുമില്ല, ഈ ചെറുവിരൽ കാണിക്കുമ്പോഴേക്കും ഇങ്ങനെ മരിച്ചു പോകുന്നതായിട്ട് ഇവിടെ ആരുമില്ല എന്നാണ് കളിയാക്കി വീണ്ടും പരശുരാമന് കളിയാക്കിയിട്ട് ലക്ഷ്മണൻ പറയുകയാണ്. ദേഖി കുഠാരു സരാസന ബാന. അപ്പോൾ ദേഖി കുഠാരു സരാസന ബാന മേ കച്ചു കാഹാ സഹിത അഭിമാന. ദേഖി കുഠാരു സരാസന ബാന, താങ്കളുടെ കയ്യിൽ ഞാൻ കുഠാരു കണ്ടു. കുഠാരു എന്ന് പറഞ്ഞാൽ പർസ, ആക്സ്, പിന്നെ സരാസൻ എന്ന് പറഞ്ഞാൽ എന്താണ് ധനുഷ്, അതായത് വില്ല്, പിന്നെ ബാണ എന്ന് പറഞ്ഞാൽ അമ്പ്. അപ്പോൾ ഞാൻ താങ്കളുടെ കയ്യിൽ ആ പരശു കണ്ടു, പിന്നെന്താണ് ധനുഷും പിന്നെ ബാണും കണ്ടു, അതായത് അമ്പും വില്ലും പിന്നെ കോടാലിയും കണ്ടു. മേ കച്ചുകാഹ സഹിത് അഭിമാന, ഞാൻ താങ്കളെപ്പറ്റി പറഞ്ഞതൊക്കെ അഭിമാനസഹിതമാണ് ഞാൻ പറഞ്ഞത്, അഭിമാനത്തോടെ തന്നെയാണ് താങ്കളെപ്പറ്റി ഞാൻ പറയുന്നത് എന്നാണ് ലക്ഷ്മണൻ പറയുന്നത്. ഭൃഗുസുത സമുജി ജനേവു ബിലോക്കി ജോ കച്ചു കഹു സഹോരിസ് റോക്കി. ഭൃഗുസുത്ത് എന്നാണ്. ഭൃഗു എന്ന് പറഞ്ഞത് ഒരു വംശമാണ്, ഭൃഗു വംശത്തിലേതാണ് പരശുരാമൻ. അപ്പോൾ ഹേ പരശുരാമ, ഞാൻ നിങ്ങളുടെ ജനുവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ പൂനൂല് കണ്ടിട്ട്, ബിലോക്കി എന്ന് പറഞ്ഞാൽ ദേഖ്കർ, അതായത് കണ്ടിട്ട് ആണ് ഞാൻ എൻ്റെ ദേഷ്യം, എൻ്റെ ക്രോധം എന്താണ് നിർത്തി വെച്ചിരിക്കുന്നത്, അതായത് കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുന്നത്. കച്ചു കഹു സഹിക്കുകയാണ്. റിസ് എന്ന് പറഞ്ഞാൽ ക്രോധ്, റോക്കി എന്ന് പറഞ്ഞാൽ റോക്കാഹുവായ. അപ്പോൾ റിസ് റോക്കി, ഇങ്ങനെ എൻ്റെ ക്രോധം എങ്ങനെയോ ആണ് ഞാൻ നിർത്തി വെച്ചിരിക്കുന്നത്, ആ ജനേവു കണ്ടിട്ടാണ്, അതായത് താങ്കളുടെ ആ പൂനൂല് കണ്ടിട്ടാണ് ഞാൻ എൻ്റെ ക്രോധത്തെ നിർത്തി വെച്ചിരിക്കുന്നത്, അതായത് ക്രോധത്തെ കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുന്നത്. സുർ മഹിസുർ ഹരിജൻ അരുഗായി ഹമരെ കുല ഇൻഹ പർ ന സുറായി. അപ്പോൾ സുർ എന്ന് പറഞ്ഞാൽ ഇവിടെ ദേവന്മാർ, മഹിസുർ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണർ, ഹരിജൻ എന്ന് പറഞ്ഞാൽ പൂജ ചെയ്യുന്നവരെ തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഗായി എന്ന് പറഞ്ഞാൽ പശുക്കൾ,
അപ്പോൾ ഇത്രയും അതായത് ദൈവം, ബ്രാഹ്മണർ, ഹരിജൻ, ഗായ്, ഇത്രയും ഇതിൽ ഞങ്ങളുടെ കുലത്തിൽ, അതായത് ഹമരേ കുല ഇനപർ, ഞങ്ങളുടെ കുലത്തിൽ, അതായത് രഘുവംശത്തിൻ്റെ പരമ്പര അനുസരിച്ചിട്ട് ഞങ്ങളുടെ കുലത്തിൽ ഞങ്ങൾ ഇവരെ പ്രഹരിക്കാറില്ല. ഇത് സുറായി എന്ന് പറഞ്ഞാൽ പ്രഹാർ കർണ, അതായത് ആക്രമിക്കാറില്ല, ഇവരെയൊക്കെ ആക്രമിക്കാറില്ല. അതുകൊണ്ടാണ് ഞാൻ ആക്രമിക്കാത്തത് എന്നാണ് പറയുന്നത്. ആ ജനുവെ കണ്ടു അദ്ദേഹം, ലക്ഷ്മണൻ ജനേവു കണ്ടു. ജനേവു എന്ന് പറഞ്ഞാൽ പൂനൂല്. അപ്പോൾ ബ്രാഹ്മണനാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ താങ്കളെ ആക്രമിക്കാത്തത് എന്ന രീതിയിലാണ് ലക്ഷ്മണൻ ഇവിടെ പറയുന്നത്. അതായത് ഞങ്ങളുടെ കുലത്തിൽ, അതായത് രഘുവംശത്തിൽ സുർ മഹിസുർ ഹരിജൻ അരുഗായി, ദേവന്മാരെയും ബ്രാഹ്മണന്മാരെയും പിന്നെ ഹരിജനരെയും പിന്നെ പശുക്കളെയും ആക്രമിക്കാറില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ താങ്കളെ ആക്രമിക്കാത്തത് എന്ന ഉദ്ദേശത്തോടെയാണ് ലക്ഷ്മണനോട് പറയുന്നത്. ബധേം പാപു അപകീർത്തിഹാരേ മാരതഹു പാ പരിയതുംഹാരെ. അപ്പോൾ ബധേം, അതായത് വധിക്കുകയാണെങ്കിൽ ഇവരെയൊക്കെ, അതായത് സൂർമഹി, സൂർ, ഹരിജൻ, ഗായ്, ഇവരെയൊക്കെ ഞങ്ങളുടെ കുലത്തിൽ ആരെയും ആക്രമിക്കരുത് എന്ന ഒരു പരമ്പരയുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവരെ വധിക്കുകയാണെങ്കിലോ അത് പാപമായിരിക്കും. അതുമാത്രമല്ല, അവരെ ആക്രമിച്ച് ഞങ്ങൾക്ക് തോൽവി സംഭവിക്കുകയാണെങ്കിൽ അത് ഞങ്ങൾക്ക് അപകീർത്തിയാണ് വരുത്തുക. അപ്പോൾ മാരത്തുഹൂപ്പ പരിയത്തുമാരെ, അതുകൊണ്ട് താങ്കൾ എന്നെ അടിച്ചാലും, മാരത്തുഹു അതായത് നിങ്ങൾ എന്നെ ആക്രമിക്കുകയാണെങ്കിൽ പോലും ഞാൻ നിങ്ങളുടെ കാൽക്കലേ വീഴത്തുള്ളൂ. അതായത് പാവ് പരിയ തുമാരെ, മേ പാവ് പടുങ്ക ആപ്കെ, അതായത് ഞാൻ താങ്കളുടെ കാലുകളിൽ വീഴത്തേയുള്ളൂ. അതായത് ഞാൻ തിരിച്ച് താങ്കളെ ആക്രമിക്കത്തില്ല. താങ്കൾ എന്നെ അടിച്ചാലും ഞാൻ തിരിച്ച് താങ്കളെ ആക്രമിക്കത്തില്ല എന്നാണ് പരശുരാമനോട് ലക്ഷ്മണൻ ഇവിടെ പറയുന്നത്. കോട്ടി കുലിസ് സമബച്ചനു തുമ്ഹാര വ്യർത്ഥ ദരഹു ധനു ബാനകുഠാര. അപ്പോൾ കോട്ടി കുലിസ് എന്ന് പറഞ്ഞാൽ കഠോര, താങ്കളുടെ വാക്കുകൾ, അതായത് ബച്ചനു തുമ്ഹാര, താങ്കളുടെ വാക്കുകൾ വളരെയധികം കഠോരമായിട്ടുള്ളതാണ്. കോട്ടിക്കുലിസ്, അതായത് വളരെയധികം കഠോരമായിട്ടുള്ള വാക്കുകളാണ് താങ്കളുടേത്. കോട്ടിക്കുലിസു സമ ബച്ചനു തുമ്ഹാര വ്യർത്ഥ ദരഹു ധനു ബാനകുഠാര. വ്യർത്ഥ അതായത് വ്യർത്ഥമാണ്. താങ്കൾ ഇത് ധനുഷും ബാണും കുഠാരം ഒക്കെ ധരിക്കുന്നത്, അതായത് ധനുഷും അമ്പും വില്ലും പിന്നെ ഈ പരസും ഒക്കെ കയ്യിലിങ്ങനെ ധരിക്കുന്നത് തന്നെ വ്യർത്ഥമാണ്. ഇതിൻ്റെയൊക്കെ താങ്കൾക്ക് ഇതിൻ്റെ ആവശ്യമില്ല. താങ്കളുടെ വാക്കുകൾ മാത്രം മതി മറ്റുള്ളവരെ വേദനിപ്പിക്കാനും മുറിവേൽപ്പിക്കാനും. അത്രയ്ക്ക് കഠോരമാണ് താങ്കളുടെ വാക്കുകൾ എന്നാണ് പരശുരാമനോട് ലക്ഷ്മണ രാജകുമാരൻ പറയുന്നത്. ജോ ബിലോക്കി അനുചിത് കഹേ ഹൂँ ക്ഷമഹു മഹാമുനി ധീർ. ബിലോക്കി എന്ന് പറഞ്ഞാൽ ദേഖക്കർ അല്ലെങ്കിൽ സുൻകർ എന്നും ഇവിടെ ഉണ്ട്. ബിലോക്കി എന്ന് പറഞ്ഞാൽ അനുചിത് കഹേഹു എന്ന് പറഞ്ഞാൽ അനുചിതമായിട്ടുള്ള എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ക്ഷമഹു അതായത് ക്ഷമിക്കൂ മഹാമുനി എന്ന്. അതായത് ഞാനിവിടെ താങ്കളുടെ അടുത്ത് ഞാൻ എന്തെങ്കിലും അനുചിതമായിട്ടുള്ള എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്നെ ക്ഷമിച്ചാലും ധീരനായ മഹാമുനി എന്നാണ് ലക്ഷ്മണൻ ഇവിടെ പറയുന്നത്. അദ്ദേഹം ആദ്യം തന്നെ കുറേ അധികം പറഞ്ഞു കഴിഞ്ഞു, അതായത് പരശുരാമനെ ദേഷ്യം പിടിപ്പിച്ചു കഴിഞ്ഞു. അദ്ദേഹത്തെ വളരെയധികം പരിഹാസപൂർണമായിട്ടുള്ള വാക്കുകളാണ് അദ്ദേഹം ഉപയോഗിച്ചത്. അപ്പോൾ അത്രയും പറഞ്ഞിട്ടും ലക്ഷ്മണൻ വീണ്ടും പറയുകയാണ്, എന്നിൽ നിന്നും എന്തെങ്കിലും അനുചിതമായിട്ടുള്ള വാക്കുകൾ ഞാൻ അനുചിതമായിട്ടുള്ള എന്തെങ്കിലും വാക്കുകൾ പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്നെ ക്ഷമിച്ചാലും എന്നാണ് ഇവിടെ ലക്ഷ്മണൻ പറയുന്നത്. ജോ ബിലോകി അനുചിത് കഹേഹു ക്ഷമഹു മഹാമുനി ധീർ. സുനി സരോഷ് ഭൃഗുവംശമനി ബോലെ ഗിരാ ഗംഭീർ. അപ്പോൾ ഇത് കേട്ടിട്ട് സരോഷ് ഭൃഗുവംശമനി, അതായത് ഭൃഗുവംശത്തിലെ മുനിയായ, അതായത് പരശുരാമൻ, സരോഷ് അദ്ദേഹത്തിന് വളരെയധികം ക്രോധം വന്നു. ആ സമയത്ത് വളരെയധികം അദ്ദേഹത്തിന് ദേഷ്യമാണ് വന്നത് ഇതും കൂടെ കേട്ടപ്പോൾ. അപ്പോൾ ബോലെ ഗിരാ ഗംഭീർ, അങ്ങനെ അതിനുശേഷം അദ്ദേഹം ഗംഭീരമായ സ്വരത്തിൽ പറയാൻ തുടങ്ങുകയാണ്. ഭഞ്ജനിഹാര എന്ന് പറഞ്ഞാൽ ഭംഗ് കർണേ വാല, അതിനെ വിച്ഛേദിക്കുന്ന ആൾ. റിസായി എന്ന് പറഞ്ഞാൽ ക്രോധ് കർണ, ദേഷ്യപ്പെടുക. റിപു എന്ന് പറഞ്ഞാൽ ശത്രു. പിന്നെ ബിൽഗാവ് എന്ന് പറഞ്ഞാൽ അലഘോന, മാറി നിൽക്കുക. അവമാനി എന്ന് പറഞ്ഞാൽ അപമാൻ കർണ, അപമാനിക്കുക. ലറിക്കായി എന്ന് പറഞ്ഞാൽ ബച്പൻ മേ, കുട്ടിക്കാലത്ത്. പരസു എന്ന് പറഞ്ഞാൽ ഫർസ, അതായത് കോടാലി അല്ലെങ്കിൽ ആക്സ്. കോഹി എന്ന് പറഞ്ഞാൽ ക്രോധി, ദേഷ്യമുള്ളവൻ അല്ലെങ്കിൽ ക്രോധി. മഹിദേവ് എന്ന് പറഞ്ഞാൽ ബ്രാഹ്മൺ.
ബിലോക്ക് എന്ന് പറഞ്ഞാൽ ദേഖ് കർ കണ്ടുകൊണ്ട്, അർഭക് എന്ന് പറഞ്ഞാൽ ബച്ച ശിശു, മഹാഭട്ട് എന്ന് പറഞ്ഞാൽ മഹാൻ യോധ മഹാനായ യോധ മഹാഭട്ട് എന്ന് പറഞ്ഞാൽ, മഹി എന്ന് പറഞ്ഞാൽ ധർത്തി ഭൂമി, കുഠാരു എന്ന് പറഞ്ഞാൽ കുൽഹാട അതായത് ഇവിടെ ആക്സ്, കുമഡ് ബത്തിയ എന്ന് പറഞ്ഞാൽ ബഹോത് കംസോർ വളരെ വീക്കായത്, തർജനി എന്ന് പറഞ്ഞാൽ അങ്കുട്ടയ്ക്ക് പാസ്കി അങ്കുലി ഈ ചെറുവിരൽ, കുലിസ് എന്ന് പറഞ്ഞാൽ കഠോരമായിട്ടുള്ള കുലിസ്, സരോഷ് എന്ന് പറഞ്ഞാൽ ക്രോധ് സഹിത് അതായത് വളരെയധികം ദേഷ്യത്തോടെ എന്നതാണ് സരോഷ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഇനി ഇതിൻ്റെ തന്നെ അടുത്ത പാർട്ടിൽ കാണാം. ഓക്കെ, താങ്ക് യു.